പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും എന്ന് ആദ്യമായി പറഞ്ഞത് ആര്? ഉത്തരം ലോത്ത്. ഉൽപ്പത്തി 19 അധ്യായം 19 വാക്യം. ക്വസ്റ്റ്യൻ: ധനവാനാകുവാൻ ബന്ധപ്പെടുന്നത് ആര്? ഉത്തരം കണ്ണുകടിയുള്ളവൻ. സദൃശവാക്യങ്ങൾ 28:22. ക്വസ്റ്റ്യൻ: യേശുവിനെ ചതിയൻ എന്ന് സംബോധന ചെയ്തതാര്? ഉത്തരം മഹാപുരോഹിതന്മാരും പരീശന്മാരും. മത്തായി 27:63. ക്വസ്റ്റ്യൻ: ഞാൻ അനിഷ്ട എന്ന് പറഞ്ഞ് ലേയ പേരിട്ടത് ആർക്ക്? ഉത്തരം ശിമയോന്. ഉൽപ്പത്തി 29:33. ക്വസ്റ്റ്യൻ: ഭോഷന്മാരെ പരിഹസിക്കുന്നത് എന്താണ്? ഉത്തരം അകൃത്യയാഗം. സദൃശവാക്യങ്ങൾ 14:9. ക്വസ്റ്റ്യൻ: മഹാസർപ്പത്തോട് പടവെട്ടിയതാര്? ഉത്തരം മീഖായേലും അവൻ്റെ ദൂതന്മാരും. വെളിപ്പാട് 12:7. ക്വസ്റ്റ്യൻ: സമാധാനം എന്താണ്? ഉത്തരം നീതിയുടെ പ്രവൃത്തി. യെശയ്യാവ് 32:17. ക്വസ്റ്റ്യൻ: ജാതികൾ വിശുദ്ധ നഗരത്തെ എത്രമാസം ചവിട്ടും? ഉത്തരം 42 മാസം. വെളിപ്പാട് 11:2. ക്വസ്റ്റ്യൻ: ശൗൽ കുന്തവുമായി ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത്? ഉത്തരം പിജുല വൃക്ഷം. 1 ശമൂവേൽ 22:6. ക്വസ്റ്റ്യൻ: ഉസിയാവ് ധൂപം കാട്ടിയപ്പോൾ എതിർത്ത പുരോഹിതന്മാർ എത്ര? ഉത്തരം 81. 2 ദിനവൃത്താന്തം 26:17. ക്വസ്റ്റ്യൻ: സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉത്തരം ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മത്തായി 5:22. ക്വസ്റ്റ്യൻ: ദേശത്ത് വസിക്കുന്നത് ആര്? ദേശത്തു നിന്നും ഛേദിക്കപ്പെടുന്നത് ആര്? ഉത്തരം നേരുള്ളവർ, ദുഷ്ടന്മാർ. സദൃശവാക്യങ്ങൾ 2 അധ്യായം 21-22 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഗൊമോറ രാജാവിൻ്റെ പേര്? ഉത്തരം ബിർഷ. ഉൽപ്പത്തി 14:2. ക്വസ്റ്റ്യൻ: യിരെമ്യാവിനോട് രഹസ്യമായി സത്യം ചെയ്ത രാജാവ്? ഉത്തരം സിദെക്കിയ രാജാവ്. യിരെമ്യാവ് 38:16. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായവർ അവനെ എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തണം? ഉത്തരം സൗമ്യതയുടെ ആത്മാവിൽ. ഗലാത്യർ 6:1. ക്വസ്റ്റ്യൻ: സർവ്വഭൂമിയുടെയും ചുറ്റിക എന്ന് ആരെ വിശേഷിപ്പിച്ചിരിക്കുന്നു? ഉത്തരം ബാബേൽ. യിരെമ്യാവ് 50:23. ക്വസ്റ്റ്യൻ: സംഗീതത്തിന് കാണാത്തത് ആരെ? ഉത്തരം യൗവനക്കാരെ. വിലാപങ്ങൾ 5:14. ക്വസ്റ്റ്യൻ: സന്ദർശനകാലത്ത് നശിച്ചു പോകുന്നതെന്ത്? ഉത്തരം ബിംബം. യിരെമ്യാവ് 51:17-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വലത്തുവശം ചരിഞ്ഞു കിടന്ന് യഹൂദാഗൃഹത്തിൻ്റെ അകൃത്യം യെഹെസ്കേൽ വഹിച്ചത് എത്ര ദിവസമാണ്? ഉത്തരം 40 ദിവസം. യെഹെസ്കേൽ 4:6. ക്വസ്റ്റ്യൻ: ആരുടെ ഓടാമ്പലാണ് തകർത്തു നശിപ്പിച്ചിരിക്കുന്നത്?
ഉത്തരം സിയോൻ പുത്രിയുടെ വിലാപങ്ങൾ 2:9. ക്വസ്റ്റ്യൻ: കെരൂബുകളുടെ അരികെ തിരിഞ്ഞുകൊണ്ടിരുന്ന ചക്രങ്ങൾക്ക് വിളിക്കപ്പെട്ട പേരെന്ത്? ഉത്തരം ചുഴലികൾ. യെഹെസ്കേൽ 10:13. ക്വസ്റ്റ്യൻ: യെഹെസ്കേലിനും യെരുശലേം നഗരത്തിനും മധ്യേ ഇരുമ്പുമതിലായി വെച്ചത് എന്ത്? ഉത്തരം ഒരു ഇരുമ്പു ചട്ടി. യെഹെസ്കേൽ 4:3. ക്വസ്റ്റ്യൻ: എന്തിനെക്കുറിച്ചാണ് നെടുവീർപ്പിടേണ്ടത്? ഉത്തരം പാപം. വിലാപങ്ങൾ 3:39. ക്വസ്റ്റ്യൻ: ആര് മരിക്കുന്നത് കണ്ടപ്പോഴാണ് യെഹെസ്കേൽ കവിണ്ണു വീണ് ഉറക്കെ നിലവിളിച്ചത്? ഉത്തരം പെലത്യാവ്. യെഹെസ്കേൽ 11:13. ക്വസ്റ്റ്യൻ: യെഹെസ്കേൽ കണ്ട സൂര്യനെ നമസ്കരിക്കുകയായിരുന്ന പുരുഷന്മാർ എത്ര പേർ? ഉത്തരം ഏകദേശം 25. യെഹെസ്കേൽ 8:16. ക്വസ്റ്റ്യൻ: ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നത് എന്ത്? ഉത്തരം സാഹസം. യെഹെസ്കേൽ 7:11. ക്വസ്റ്റ്യൻ: ഞാൻ ദൈവഭാവം നടിച്ചു, ഞാൻ ആര്? ഉത്തരം സോർ പ്രഭു. യെഹെസ്കേൽ 28:7. ക്വസ്റ്റ്യൻ: ഞാൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, ആര്? ഉത്തരം ദൈവം. ദാനിയേൽ 2:22. ക്വസ്റ്റ്യൻ: സകലത്തെയും തകർത്ത് കീഴടക്കുന്നതെന്ത്? ഉത്തരം ഇരുമ്പ്. ദാനിയേൽ 2:40. ക്വസ്റ്റ്യൻ: ആരുടെ നിര്യാണത്തിലാണ് സമുദ്രത്തിലെ ദ്വീപുകൾ ഭ്രമിച്ചു പോകുന്നത്? ഉത്തരം സോർ. യെഹെസ്കേൽ 26:15-18 ക്വസ്റ്റ്യൻ: നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തനാകുന്നു, ആരുടെ വാക്കുകൾ? ഉത്തരം നെബൂഖദ്നേസർ. ദാനിയേൽ 4:37. ക്വസ്റ്റ്യൻ: മന്ത്രവാദി ശ്രേഷ്ഠൻ ആര്? ഉത്തരം ബെൽഷസ്സർ. ദാനിയേൽ 4:9. ക്വസ്റ്റ്യൻ: കാറ്റിനോട് പ്രവചിച്ചതാര്? ഉത്തരം യെഹെസ്കേൽ. യെഹെസ്കേൽ 37:8-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ച് എങ്ങനെ നടക്കണം? ഉത്തരം വെളിച്ചത്തിലുള്ളവരായി. എഫെസ്യർ 5:9. ക്വസ്റ്റ്യൻ: നീ മഴക്കോൾ പോലെ കയറി വരും, ആര്? ഉത്തരം ഗോഗ്. യെഹെസ്കേൽ 38:9. ക്വസ്റ്റ്യൻ: ഗോമറിൻ്റെ പിതാവ് ആര്? ഉത്തരം ദിബ്ലയീം. ഹോശയ്യ 1:3. ക്വസ്റ്റ്യൻ: ആര് ശേഷിപ്പിച്ചതാണ് പച്ചപ്പുഴു തിന്നത്? ഉത്തരം വിട്ടീൽ. യോവേൽ 1:4. ക്വസ്റ്റ്യൻ: ഹമോന എന്ന് പേരുണ്ടാകും, ആർക്ക്? ഉത്തരം നഗരത്തിന്. യെഹെസ്കേൽ 39:16. ക്വസ്റ്റ്യൻ: ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകുന്നത്? ഉത്തരം ഭൂമി. ഹോശയ്യ 2:22. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചത് എന്ത്? ഉത്തരം ഭൂമി. യെഹെസ്കേൽ 43:2. ക്വസ്റ്റ്യൻ: എന്ത് ഇല്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്? ഉത്തരം പരിജ്ഞാനം. ഹോശയ്യ 4:6. ക്വസ്റ്റ്യൻ: ആരാണ് പരിചയും തലക്കോരികയും ധരിച്ചവർ? ഉത്തരം പാഴ്സികൾ.
യഹെസ്കേൽ 38:5. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉറവ നനയ്ക്കുന്ന താഴ്വര ഏത്? ഉത്തരം ശിത്തീം. യോവേൽ 3:18. ക്വസ്റ്റ്യൻ: എത്ര ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവനാണ് ഭാഗ്യവാൻ? ഉത്തരം 1335 ദിവസത്തോളം. ദാനിയേൽ 12:12. ക്വസ്റ്റ്യൻ: സഞ്ചരിച്ചു കൊണ്ടിരുന്ന പന്തങ്ങളെ കണ്ട പ്രവാചകൻ? ഉത്തരം യഹെസ്കേൽ. യഹെസ്കേൽ 1:13. ക്വസ്റ്റ്യൻ: ഒട്ടകങ്ങൾക്ക് കിടപ്പിടം ആകും എന്ന് ദൈവം പറഞ്ഞ സ്ഥലം ഏത്? ഉത്തരം രബ്ബ. യഹെസ്കേൽ 25:5. ക്വസ്റ്റ്യൻ: വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നത് ആര്? ഉത്തരം എഫ്രയീം. ഹോശേയ 4:17. ക്വസ്റ്റ്യൻ: മധ്യാഹ്നത്തിൽ നീക്കിക്കളയുന്ന പട്ടണം ഏത്? ഉത്തരം അസ്തോദ്. സെഫന്യാവ് 2:4. ക്വസ്റ്റ്യൻ: ഇസ്രായേലിനെ ഏത് പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം താമര. ഹോശേയ 14:5. ക്വസ്റ്റ്യൻ: പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ എന്തിനെപ്പോലെ പ്രകാശിക്കും? ഉത്തരം നക്ഷത്രങ്ങൾ. ദാനിയേൽ 12:3. ക്വസ്റ്റ്യൻ: യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി ഏത്? ഉത്തരം ഏദോം. മലാക്കി 1:4. ക്വസ്റ്റ്യൻ: ആരുടെ ശക്തി നിലനിൽക്കയില്ല? ഉത്തരം ബലവാൻ. ആമോസ് 2:14. ക്വസ്റ്റ്യൻ: ഗിലെയാദിനെ കൈവശമാക്കുന്നതാര്? ഉത്തരം ബെന്യാമീൻ. ഓബദ്യാവ് 1:19. ക്വസ്റ്റ്യൻ: വറ്റാത്ത തോട് പോലെ കവിഞ്ഞൊഴുകട്ടെ എന്ത്? ഉത്തരം നീതി. ആമോസ് 5:24. ക്വസ്റ്റ്യൻ: വയൽ പോലെ ഉഴുന്നത് എന്തിനെ? ഉത്തരം സിയോനെ. മീഖ 3:12. ക്വസ്റ്റ്യൻ: നാശകരമായ ദുരസ്ത്രങ്ങൾ ഏതാണ്? ഉത്തരം ക്ഷാമം. യഹെസ്കേൽ 5:16. ക്വസ്റ്റ്യൻ: എവിടെ നിന്നാണ് അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത്? ഉത്തരം യെരുശലേം. മീഖ 4:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉള്ളതെന്ത്? ഉത്തരം യഹോവയുടെ വഴി. നഹൂം 1:3. ക്വസ്റ്റ്യൻ: ആർക്കാണ് സ്വന്തം ശക്തി ദൈവമായിരിക്കുന്നത്? ഉത്തരം കൽദയർ. ഹബക്കൂക്ക് 1:6-12 വരെ. ക്വസ്റ്റ്യൻ: ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഡാഷ് നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആരെ? ഉത്തരം ദുഷ്ടന്മാർ. മലാക്കി 4:3. ക്വസ്റ്റ്യൻ: ജാതികളുടെ സകല ഭാഷകളിലും നിന്ന് എത്ര പേരാണ് ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയുന്നത്? ഉത്തരം 10 പേർ. സെഖര്യാവ് 8:23. ക്വസ്റ്റ്യൻ: ഹബക്കൂക്ക് തൻ്റെ പ്രാർത്ഥനയിൽ എത്ര കൂട്ടം കാര്യം ഇല്ലെങ്കിലും യഹോവയിൽ ആനന്ദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ഉത്തരം 6. ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യുവാക്കളെ പുഷ്ടീകരിക്കുന്നത് എന്ത്? ഉത്തരം ധാന്യം. സക്കരാവ് 9:17. ക്വസ്റ്റ്യൻ: ആരുടെ സഹായമാണ് വ്യർത്ഥവും നിഷ്ഫലവും ആയിരിക്കുന്നത്? ഉത്തരം മിസ്രയീമ്യരുടെ. യെശയ്യാവ് 30:7. ക്വസ്റ്റ്യൻ: സൈന്യങ്ങളുടെ യഹോവ എത്ര സംവത്സരമാണ് യെരുശലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും ക്രുദ്ധിച്ചിരിക്കുന്നത്? ഉത്തരം 70 സംവത്സരം. സക്കരാവ് 1:12. ക്വസ്റ്റ്യൻ: അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. ആര്? ഉത്തരം യഹൂദാഗൃഹം. സെഫന്യാവ് 2:7. ക്വസ്റ്റ്യൻ: കർത്താവിന് ഊനമുള്ള ഒരു യാഗം കഴിക്കുന്നവൻ ആര്? ഉത്തരം വഞ്ചകൻ. മലാക്കി 1:14. ക്വസ്റ്റ്യൻ: ധൂമ്രവസ്ത്രം ധരിച്ച് നിൽക്കുന്നതാര്? ഉത്തരം പരാക്രമശാലികൾ. നഹൂം 2:3. ക്വസ്റ്റ്യൻ: പതിർ പോലെ പാറിപ്പോകുന്നത് എന്ത്? ഉത്തരം ദിവസം. സെഫന്യാവ് 2:1. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസത്തിൽ കഠിനമായി നിലവിളിക്കുന്നത് ആര്? ഉത്തരം വീരൻ. സെഫന്യാവ് 1:14. താങ്ക്സ് ഫോർ വാച്ചിങ്.